നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ എടുക്കാൻ പോകുന്ന റീഡിംഗ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് ഉള്ളവർക്കും ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പിലേക്ക് പോകുന്ന വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഈ ഒരു റീഡിംഗ് എടുക്കാൻ പോകുന്നത്. അതായത്, നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ, അതോ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ? നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് അവർ മടങ്ങിയെത്തുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊനേറ്റ് ആവുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ശത്രുദോഷത്തിൻ്റെ, ബ്ലാക്ക് മാജിക്കിൻ്റെ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാവാം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തണം, ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസും കിട്ടുന്നതാണ്, നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. പ്രശ്നത്തിന് പരിഹാരമായിട്ട് റിച്വൽസാണ് തയ്യാറാക്കി നൽകുന്നത്. ലവ് അട്രാക്ഷൻ റിച്വൽ, തേർഡ് പാർട്ടി റിമൂവർ റിച്വൽ, ബ്ലാക്ക് മാജിക് റിമൂവർ റിച്വൽ, കരിയർ റിച്വൽ, മണി അട്രാക്ഷൻ റിച്വൽ. ഇതുപോലെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് ആ ഒരു റിച്വൽ തയ്യാറാക്കി നൽകുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവുന്നതുമാണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 6 of Pentacles, Ace of Cups, Queen of Pentacles, 8 of Swords, 8 of Cups, 7 of Wands, the Devil card. King of Pentacles, 5 of Swords, Page of Wands, 3 of Wands, 2 of Wands, 9 of Wands, Ace of Swords. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെന്ന പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ഒരു ജീവനായിട്ട് കണ്ടു, അല്ലെങ്കിൽ ഒരു ലോകം തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു നിങ്ങൾക്ക് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ടായിരുന്നു, നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരിയർ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ്. നിങ്ങളുടെ അടുത്ത് തന്നെ മറ്റുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ ലോകത്തിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന ആ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റേതായിരുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ പേഴ്സൺ വെച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു റെസ്ട്രിക്ഷൻസ് മുഖേന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും നിങ്ങൾ നേരത്തെ സ്നേഹിച്ചിരുന്ന, അതായത് നിങ്ങളുടെ വീട്ടുകാരാവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, നിങ്ങളുടെ അടുത്തുള്ള, അത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്സ് ആവാം, ഇവരെയൊക്കെ ശരിക്കും അവോയ്ഡ് ചെയ്ത് നിർത്തിയതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കണം എന്ന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇഷ്ടങ്ങളായിരുന്നു നിങ്ങളുടെ ഇഷ്ടം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾ ശരിക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ സാമ്പത്തിക സഹായം ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ച് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്നേഹമായിരുന്നു ഈ ഒരു സാമ്പത്തിക സഹായമൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ക്യാഷ് അല്ലെങ്കിൽ സാമ്പത്തികം വേണമെന്ന് ഡയറക്റ്റ്ലി പറയില്ല. നിങ്ങളുടെ മനസ്സിന് ആ ഒരു സാമ്പത്തിക സഹായം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ആ ഒരു വ്യക്തി ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അവരവരുടെ വിഷമങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും
അല്ലെങ്കിൽ എന്തെങ്കിലും കാശിന് അത്യാവശ്യം വരിക, കാശിന് നല്ല അത്യാവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു സങ്കടം പറയുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കാശ് ചോദിക്കുന്നില്ല. ഈ ഒരു സങ്കടം കേട്ട് നിങ്ങളുടെ സ്നേഹമായിരുന്നു ആ ഒരു സാമ്പത്തിക സഹായമായിട്ട് നൽകിയിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച അതേ അളവിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴും ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് ഒരുപാട് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഉള്ള സമയത്ത് തന്നെ മറ്റ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിട്ട് ഇവിടെ വേറെ ബന്ധം ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കാൻ ഒരു മനസ്സില്ലാത്ത ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പലതവണ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൻ്റെ അങ്ങ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ചെറുതായിട്ട് പോലും ഒരു മാനുഷിക പരിഗണന കാണിച്ചുകൂടെ? ശരിക്കും ഒരു ക്രൂവലായിട്ടായിരുന്നു, അതായത് ഒട്ടും മനസാക്ഷി ഇല്ലാത്ത രീതിയിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിച്ച് ആ ഒരു സാമ്പത്തികം കൈപ്പറ്റുക, അതിനൊന്നും ഒട്ടും മടി കാണിച്ചിട്ടില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്നും വാങ്ങിച്ച ആ സാമ്പത്തികം അത് പണമായിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളാവാം. ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഇവിടെ കൊടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് പോലും അത്ര വാല്യൂ കൊടുക്കാത്ത ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ശരിക്കും വേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പ് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെന്ന പേഴ്സണ് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല. വേറൊരു പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നില്ല. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ശരിക്കും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒന്ന് കരയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ആഴം നിങ്ങൾ ആരടുത്ത് ഷെയർ ചെയ്യാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് പറയാൻ പോലും ഇവിടെ ആരുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പോലും നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോലും നിങ്ങളുടെ വ്യക്തി സിൻസിയറായിട്ടല്ല ഇവിടെ പെരുമാറുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പേഴ്സണും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ്. ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിരുന്ന ആ ഒരു സാമ്പത്തികമല്ല ഈ ഒരു തേർഡ് പേഴ്സൺ കൈക്കലിലാക്കി എന്നും ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും സാമ്പത്തികമൊന്നും നിങ്ങളുടെ പേഴ്സൺ വാങ്ങിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ഇത് ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ശരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ സാമ്പത്തികം മാത്രം മതി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഓരോ കാര്യങ്ങൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ത് മോശപ്പെട്ട കാര്യം ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് എന്തുമാവാം, വശീകരണമാവാം, ബ്ലാക്ക് മാജിക് ആവാം, എന്തുമാകാം. ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു ചതിവ് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെന്ന പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ശരിക്കും ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ടൈം എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് ശരിക്കും ഒരു കെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അവരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല നിങ്ങൾ അവരെ സ്നേഹിച്ചത് എന്ന സത്യം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടുമൊക്കെ വേദനിപ്പിച്ച കാര്യം നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കിയിട്ട് പശ്ചാത്തപിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെയ്ത ആ ഒരു ദ്രോഹത്തിൻ്റെ ആ ഒരു കർമ്മഫലം നിങ്ങളുടെ വ്യക്തി അനുഭവിക്കാതെ ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകില്ല, അല്ലെങ്കിൽ താമസിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ചെയ്ത ആ ഒരു ദ്രോഹത്തിൻ്റെ കർമ്മഫലം നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ശരിക്കും സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം അഭിനയിച്ചുകൊണ്ട് നിങ്ങളെ പുറത്ത് നിന്ന് കുത്തുകയായിരുന്നു. അതായത് ബാക്ക് സ്റ്റാബിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ല, ശരിക്കും നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു, അതിൽ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെടുത്തുള്ള സ്നേഹം കൊണ്ടിട്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അവർ ആരെങ്കിലുമൊക്കെ ലൈഫിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുകയില്ലല്ലോ, അത് താമസിക്കാതെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം ചീറ്റ് ചെയ്തുവോ അതിനേക്കാൾ 100 മടങ്ങ് ഇരട്ടി അവർ വിശ്വസിക്കുന്നവർ അവരെ ചീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചീറ്റിംഗ് ഉണ്ടല്ലോ, അതൊരിക്കലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു മരണതുല്യമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകും എന്നും ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഈശ്വരൻ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. അതിനൊരുപാട് ടൈമൊന്നും എടുക്കില്ല എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ ആഗ്രഹിച്ചിരുന്നത് അതൊരു സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അതൊക്കെ നിങ്ങൾക്ക് ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും റിലേഷൻഷിപ്പിൻ്റെ അവസാന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കുറച്ച് സമയം, ഒരു 5 മിനിറ്റൊക്കെ സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് നിങ്ങളോടൊത്ത് ഒരു മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശരിക്കും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ആ ഒരു പേഴ്സണിൻ്റെ മനസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് വരാനുള്ള ടൈം എത്തിക്കഴിഞ്ഞു എന്നാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയമെടുക്കും. ഒരുപാട് സമയമല്ല. ഇപ്പം നിങ്ങൾ നാളെ വരണം, മറ്റന്നാൾ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഒരു 3 months എങ്കിലും ഇവിടെ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവും. അവർക്ക് മറ്റാരിൽ നിന്നും ഒരു ചീറ്റിങ്, അവരെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആരിൽ നിന്നും അവർക്ക് ചീറ്റിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചത് ഈ ഒരു 3rd പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരൊക്കെ കാരണമാവാം. ഇതിൽ ആരെയാണോ അവർ ഏറ്റവും ട്രസ്റ്റ് ചെയ്തത് ഒരുപക്ഷെ അത് അവരുടെ അമ്മയാവാം, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ബ്രദർ ആവാം. അവരിൽ നിന്നും ശരിക്കും ഒരു ചീറ്റിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വാല്യൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും ആ ഒരു പേഴ്സണിനെ സ്നേഹിച്ചത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയും അവരോട് 100% സത്യസന്ധത പുലർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. ആരടുത്ത് മിണ്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരടുത്ത് മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ അനുസരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതിനെല്ലാം നിങ്ങൾ അകറ്റി നിർത്തി ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളെ അവർ പുറകയിൽ നിന്ന് നിങ്ങൾ അറിയാതെ അവർ ചീറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഫ്രണ്ട്ഷിപ്പ് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷനുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നിങ്ങളെ ശരിക്കും അവോയ്ഡ് ചെയ്തു. അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു സ്വഭാവത്തിനുള്ള ഒരു ഉടമയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ വരാൻ തുടങ്ങി. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇത്രയും കാലം ചീറ്റ് ചെയ്യുകയായിരുന്നു, ശരിക്കും നിങ്ങളെ സ്നേഹിച്ചത് ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു, ഒരു ഡ്രാമ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്.
ഒരു പേഴ്സണിന് അതായത് ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ക്രൂരമായിട്ട് ഒരാളെ ചതിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ പല മാതിരിയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് കാണിച്ചു തരും, തെളിഞ്ഞു വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത ചതിയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരും. നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണോ അതോ ലെറ്റ് ഗോ ചെയ്യണോ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിനകത്ത് നിങ്ങളുടെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ആ ഒരു വിഷമത്തിനൊക്കെ ഉള്ള ആ ഒരു ആൻസർ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ നിങ്ങൾ ആ ഒരു പേഴ്സണിനെ ലൈഫിലേക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നില്ല. നമുക്ക് നാളത്തെ റീഡിങ്ങിൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടായോ, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണുമല്ലോ. ശരി, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, ഇനി അവരെ സ്വീകരിക്കണോ എന്നുള്ളത് അത് നമുക്ക് നാളത്തെ റീഡിങ്ങിൽ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, കരിയർ സംബന്ധമായിട്ടുള്ള ബ്ലോക്കേജ്, മണി ബ്ലോക്കേജ്, ശത്രുദോഷം കൊണ്ടിട്ട് നിങ്ങൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രശ്നം, ഇതൊക്കെ കൊണ്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ റിച്വൽസ് കൊണ്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ്. പേഴ്സണൽ റീഡിങ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.